കൊരിന്ത്യർ 1 ലേഖനം അധ്യായം 3. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മികരോട് എന്ന പോലെയല്ല, പിന്നെയോ ലൗകികരോട്, ക്രിസ്തുവിൽ കേവലം ശിശുക്കളോട് എന്ന പോലെ മാത്രമേ സംസാരിക്കുവാൻ സാധിച്ചുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പാലാണ് തന്നത്, കട്ടിയായ ഭക്ഷണമല്ല. കട്ടിയുള്ളത് കഴിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. നിങ്ങൾ ഇപ്പോഴും ലൗകികരാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും പിണക്കവും ഉണ്ടായിരിക്കെ നിങ്ങൾ ലൗകികരല്ലേ? സാധാരണക്കാരെ പോലെ തന്നെയല്ലേ നിങ്ങൾ പെരുമാറുന്നത്? ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നൊരാളും ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് മറ്റൊരാളും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് ആര്? പൗലോസ് ആര്? കർത്താവ് തങ്ങളെ നിയോഗിച്ചതിന് പ്രകാരം നിങ്ങൾ വിശ്വസിക്കുവാൻ മുഖാന്തരമായി തീർന്ന ശുശ്രൂഷക്കാർ മാത്രമല്ലേ? ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളർത്തിയതോ ദൈവമാണ്. ആകയാൽ വളർത്തുന്ന ദൈവമല്ലാതെ നടുന്നവനോ നനയ്ക്കുന്നവനോ ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ തന്നെ. ഓരോരുത്തനും അവനവന്റെ പ്രയത്നത്തിന് തക്കവണ്ണം പ്രതിഫലം കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ വയൽ, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ഞാൻ ജ്ഞാനമുള്ള ഒരു മുഖ്യ ശില്പി എന്ന നിലയിൽ അടിസ്ഥാനമിട്ടു. അതിന്മേൽ വേറൊരാൾ പണിയുന്നു. എന്നാൽ താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു എന്ന ഇട്ടുകഴിഞ്ഞിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ അയാളുടെ പണി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിച്ചത്താക്കും. അത് തീയോടെ വെളിപ്പെടുകയും ഓരോരുത്തന്റെയും പ്രവൃത്തി ഏതു വിധത്തിലുള്ളതെന്ന് തീ തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഒരാൾ പണിതത് നിലനിന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. അത് എരിഞ്ഞു പോകുന്നുവെങ്കിലോ അയാൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. അയാളോ തീയിലൂടെ എന്ന പോലെ രക്ഷപ്പെടും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം വിശുദ്ധം, ആ ദൈവാലയം നിങ്ങൾ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ഇക്കാലത്തെ തോതുവെച്ച് സ്വയം ജ്ഞാനി എന്ന് ചിന്തിക്കുന്ന പക്ഷം അയാൾ ജ്ഞാനിയായി തീരേണ്ടതിന് ഭോഷനാകണം. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ്. അവിടുന്ന് ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ ചിന്തകൾ വ്യർത്ഥമെന്ന് അറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഇനിമേൽ മനുഷ്യരെക്കുറിച്ചുള്ള പ്രശംസ പാടില്ല. എല്ലാം നിങ്ങൾക്കുള്ളവയാണ്. പൗലോസോ അപ്പോലോസോ കെഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ.